വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ നടപടിയുമായി സർക്കാർ. മാലിന്യം നീക്കം ചെയ്യാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. മാലിന്യം നാളെ തന്നെ മാറ്റും. ക്ലീൻ കേരള കമ്പനിക്കും നഗരസഭയ്ക്കും ചുമതല നൽകി. 24 ഇമ്പാക്ട് ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവുന്നു. കേരളത്തിനൊരു നാണക്കേടായി മാറുന്ന നടപടിയാണ് നേരത്തെ ഉണ്ടായത്. അതിലൊരു തിരുത്ത് എന്നുള്ള നിലയിൽ അത് മാറ്റുന്ന നിലയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ ശ്രീജിത്ത്? റിജിത്ത് സൂചിപ്പിച്ച പോലെ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ അടിയന്തര തിരുത്തൽ നടപടി ഉണ്ടാകുന്നത്. കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങളുടെ ഒരു ഡംപിംഗ് യാർഡായി തിരുനെൽവേലിയിലെ ഒരു ഗ്രാമം അപ്പടി മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവിടുത്തെ മാലിന്യത്തിൽ ജനജീവിതം വളരെ ബുദ്ധിമുട്ടായി, ശക്തമായ പ്രതിഷേധമുണ്ടായി. ഇത് കണക്കിലെടുത്താണ് മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ തന്നെ മാലിന്യം നീക്കണമെന്നാണ് നിർദ്ദേശം. നാളെയാണ് മാലിന്യം നീക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി. അതുകൊണ്ടാണ് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിക്കും ഒപ്പം തന്നെ നഗരസഭയ്ക്കുമാണ് ഈ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ നടത്തി തിരുനെൽവേലിയിലെ ഈ ഗ്രാമത്തിലെ മാലിന്യം നീക്കി അവർക്ക് ആശ്വാസകരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ കാര്യത്തിൽ സത്വരമായ ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശഭരണ വകുപ്പ് അടക്കം ഈ കാര്യത്തിൽ വളരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. 24 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വ്യക്തമായി തന്നെ നൽകിയിരിക്കുന്നു. ഇതടക്കമുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട് തിരുനെൽവേലിയിലെ ഗ്രാമത്തിൽ സർക്കാരിനും സംവിധാനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് ടിപ്പർ ടോറസ് ലോറികളിൽ വൻതോതിൽ മാലിന്യങ്ങൾ കയറ്റി, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ കയറ്റി അവിടെ ഒരു ഡംപിംഗ് കേന്ദ്രമായി മാറ്റുകയായിരുന്നു. ഇതുമൂലം അവിടെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായി. ഇതെല്ലാം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുനെൽവേലിയിൽ നേരിട്ടെത്തിയ ആ സാഹചര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് 24 വാർത്താ സംഘം എത്തിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയ സംഭവം വലിയ നാണക്കേടായി നമുക്ക് മാറിയതാണ്. അതിൽ ഇപ്പോൾ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മാലിന്യം നീക്കം ചെയ്യാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആർ ശ്രീജിത്ത് പങ്കുവയ്ക്കും. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചു. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനാകുന്നില്ല എന്നും സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. റിജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വി ജോയി രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തുടർഭരണത്തിന്റെ തണലിൽ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ തോതിൽ മൂല്യച്യുതി ഉണ്ടായി. ഇത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും ജനസമ്മതിയെയും ബാധിച്ചു. അതുകൊണ്ട് അടിയന്തരമായ തിരുത്തൽ നടപടി ഇക്കാര്യത്തിൽ വേണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നഗരത്തിൽ അടക്കം പാർട്ടിയുടെ പിന്തുണ കുറയുകയാണ്. നഗരസഭയിലെ 2 ഏരിയ കമ്മിറ്റികൾ കീഴിലുള്ള പല വാർഡുകളിലും CPM എന്ന സംഘടന പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. നഗരത്തിലെ പാർട്ടിയുടെ നേതൃത്വം കൈയാളുന്നത് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. പ്രാദേശികമായി ബന്ധമുള്ള ആരും നേതൃത്വത്തിലില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്നും വി ജോയി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. നഗരസഭാ ഭരണത്തിനെതിരെ UDF-ഉം BJP-യും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഭരണത്തിന് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മാധ്യമ പിന്തുണ പോലും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഭരണത്തിന് കൂടുതൽ പിന്തുണ നൽകി ശക്തമായി നഗരസഭാ ഭരണത്തിന് പിന്നിൽ അണിനിരക്കേണ്ടിയിരിക്കുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നഗരത്തിലെ പല മയക്കുമരുന്ന് മണ്ണ് മാഫിയയ്ക്കും ഈ പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിലെ പരാമർശത്തിന് ചുവടുപിടിച്ചായിരുന്നു വിമർശനങ്ങൾ. നഗരത്തിൽ ഈ മണ്ണ് മാഫിയും മറ്റും നിയന്ത്രിക്കുന്നത് എന്തൊക്കെയുണ്ടെന്ന തരത്തിൽ വിമർശനം ഉണ്ടായി. SFIക്കും DYFIക്കും എതിരെ രൂക്ഷമായ വിമർശനം നടന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യം, തദ്ദേശ ഭരണം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ആരോഗ്യ വകുപ്പിന്റെ എതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല, പൊതുവിൽ കുത്തഴിഞ്ഞ സ്ഥിതിയാണ് ഈ സർക്കാർ ധർമാശുപത്രികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ കൂടുതലാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായി. SDPI, RSS കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ലഭിക്കുന്ന പരിഗണന പോലും പോലീസ് സ്റ്റേഷനുകളിൽ CPM പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ദുസ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഈ സ്ഥിതി മറികടക്കാൻ ഒരു തരത്തിലും കഴിയുന്നില്ല. ആഭ്യന്തര വകുപ്പിനെ പറ്റിയുള്ള പരാതികൾ കൊണ്ട് ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ് എന്നുള്ള വിമർശനവും മുഖ്യമന്ത്രി സാക്ഷി നിർത്തി ഉന്നയിച്ചു. ഇത്തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. നാളെയും ചർച്ച തുടരും.
ശരി, ആർ ശ്രീത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണം എന്നുള്ള ആവശ്യമാണ് CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും ഗതാഗതക്കുരുക്കുണ്ടാക്കി മാളിലെ പരിപാടി. കൊച്ചി ഒബ്രോൺ മാളിലെ ക്രിസ്മസ് പരിപാടിയാണ് ബൈപ്പാസിൽ ഗതാഗത തടസ്സമുണ്ടാക്കിയത്. പാലാരിവട്ടം പോലീസ് എത്തി പരിപാടി നിർത്തിവെപ്പിച്ചു. S. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് സംഭവിച്ചത്? ശ്യാം, പോലീസ് നൽകുന്ന വിശദീകരണ പ്രകാരം കൊച്ചിയിൽ ഒബ്രോൺ മാളിൽ റീലോഞ്ചുമായും ക്രിസ്മസ് ആഘോഷമായും ബന്ധപ്പെട്ട് ഇന്ന് ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരിപാടിയിൽ ആളുകൾക്ക് പ്രവേശനം സൗജന്യമായതോടെ വലിയ രീതിയിൽ ആളുകളെത്തി. ബൈപ്പാസിന്റെ സമീപത്തുൾപ്പെടെ വാഹനങ്ങൾ വെച്ച് ഇവർ പോയതോടുകൂടി വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. ഇതിനു പുറമെ അനിയന്ത്രിതമായ ആളുകൾ കൂടിയത് ഒരു അപകട സാധ്യത ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ എത്തി പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വലിയ രീതിയിൽ ആളുകൾ കൂടിയതോടെ മണിക്കൂറുകളോളം ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കും ഉണ്ടായിരുന്നു. അത് ഇതുവരെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ശരി, S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പരിപാടി എന്തായാലും ഇപ്പോൾ നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. വലിയ ഗതാഗത തടസ്സം ആ പരിപാടി ഉണ്ടാക്കി എന്നാണ് S. ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ CPIMനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപത്തുക തിരികെ ചോദിച്ച സാബുവിനോട് തനിക്ക് അടികിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മരണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് പണി മനസ്സിലാക്കി തരാം. കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന VR സജിയുടെ ഈ ഭീഷണി. തന്റെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടി നേരിട്ടതോടെ സാബു പൂർണ്ണമായും തകർന്നു. സാബു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാബു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്ന ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാബു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത്. ആ പുള്ളി സാബുവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് വീട്ടിലെത്തി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മരണം കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേസമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. 24 കട്ടപ്പന. പുഷ്പ 2 റിലീസിനിടെ സന്ധ്യ തിയേറ്ററിൽ സംഭവിച്ചത് അപ്രതീക്ഷിത അപകടമെന്ന് അല്ലു അർജുൻ. സംഭവത്തിൽ വ്യക്തിഹത്യ നടക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ വിവരങ്ങൾ ഓരോ മണിക്കൂറിലും അന്വേഷിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്താതിരുന്നത് പോലീസ് അഭ്യർത്ഥന മാനിച്ചാണെന്നും അല്ലു അർജുൻ പറയുന്നു. 3 years of my life I've put into this film and it means everything to me, and I went to see this movie in the theater and I've been to the same theater 20-30 times in my life before. There is also information that I've been very irresponsible going to the theater without any permission, which is not true at all. Okay, the theater has sought permission and I've been there, and right in front of my eyes there's police people who are clearing the way, so I was going by their direction. In fact, if there's no permission, they'll tell us that, sir, we don't have permission, please return back, and I'm a law-abiding citizen and I would have followed that. So nothing of that information was given to me, so I was following as per their guidance. വാർത്തകളിലേക്ക് വീണ്ടും. കുവൈത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്കാരുടെ സംഭാവന വലുതാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരാണ് കുവൈത്തിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വിദിന സന്ദർശനത്തിന് കുവൈത്തിലെത്തിയതായിരുന്നു മോദി. മിന അബ്ദുള്ള പ്രദേശത്തെ ലേബർ ക്യാമ്പ് മോദി സന്ദർശിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം നൽകിയത് ഉജ്ജ്വല സ്വീകരണം. കുവൈറ്റുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇന്ത്യ ആഴത്തിൽ വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഹലാ മോദി എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഭാരത് മാതാ കി
भारत माता की, भारत माता की। नमस्कार। കുവൈറ്റ് ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര പങ്കാളിയാണെന്നും ഇന്ത്യയിലെയും കുവൈറ്റിലെയും പൗരന്മാർ പരസ്പര സഹകരണത്തോടെയാണ് കഴിയുന്നതെന്നും മോദി. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പുതിയ വികസനപാത തുറക്കുമെന്നും പ്രധാനമന്ത്രി. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂണുമായും രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അറബി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച അബ്ദുൽ ലത്തീഫ് അൽ നസേഫുമായും മോദി കൂടിക്കാഴ്ച നടത്തി. മുൻ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ 101 വയസ്സുള്ള മംഗൾ സെൻ ഹാൻഡിയെയും മോദി സന്ദർശിച്ചു. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് മെഷേൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് കിരീടാവകാശ അമീറുമായും മോദി കൂടിക്കാഴ്ച നടത്തും. കുവൈറ്റ് സിറ്റിയിൽ നടക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും മോദി പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്.